സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് സൂപ്പർ ഹീറോ വേൾഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ടൊന്ന് നോക്കിയാൽ DC മാർവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവില്ലാതെ രണ്ടിടത്തും മെയിനായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. എപ്പോഴും മാർവലിൽ നിന്നല്ല തുടങ്ങുന്നത്, ഒരു വെറൈറ്റിക്ക് DC തന്നെ തുടങ്ങിക്കളയാം. DCയുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ഒരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ഗണ്ണിന്റെ കുറച്ച് നാളത്തായിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു DC യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഫാൻസിനുണ്ടായിട്ടുള്ള കുറെ മിസ്കമ്മ്യൂണിക്കേഷൻസ് തിരുത്തി കൊടുക്കലാണ്. ഒന്നാമത്തെ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർമാന്റെ സീക്വലായിട്ട് ഇനി വരാനിരിക്കുന്ന മാൻ ഓഫ് ടുമാറോയെ ബന്ധപ്പെടുത്തിയിട്ടാണ്. എല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു പടത്തിന് മാൻ ഓഫ് ടുമാറോ എന്നാണ് ജെയിംസ് ഗൺ പേരിട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഈ ഒരു പടത്തിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് വന്നപ്പോൾ അതിൽ സൂപ്പർമാൻ മാൻ ഓഫ് ടുമാറോ എന്നുള്ള ഒരു രീതിക്ക് പ്രസിദ്ധീകരിച്ച് വന്നായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഈ ജെയിംസ് ഗണ്ണിന് ഈ പടത്തിന്റെ പേര് മാറ്റൽ തന്നെയാണോ പ്രധാന പരിപാടി എന്നൊരു രീതിക്ക് ഫാൻസിനിടയിൽ വൻ വിഷയമായി ഇത്. സംഭവം അറിയാലോ, DCയുടെ സൂപ്പർമാൻ പടം അതിനാദ്യം സൂപ്പർമാൻ ലെഗസി എന്നായിരുന്നു പേരിട്ടത്. അതിനുശേഷം ലെഗസി തൂക്കിയിട്ട് സൂപ്പർമാൻ എന്ന് മാത്രമാക്കി. അതിനുശേഷം നമ്മുടെ സൂപ്പർ ഗേളിന് ആദ്യം വുമൻ ഓഫ് ടുമാറോ എന്നായിരുന്നു പേരിട്ടത്, പിന്നെ അത് തൂക്കിയിട്ട് സൂപ്പർ ഗേൾ എന്നാക്കി. അങ്ങനെ ഫാൻസ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാൻ ഓഫ് ടുമാറോ എന്ന് പേര് മാറ്റിയിട്ട് അതിൽ സൂപ്പർമാൻ എന്നുകൂടി ചേർക്കുവാനാണ്. കാരണം ഇതൊരു സൂപ്പർമാൻ പടമാണെന്നുള്ള രീതിക്ക് ഒരു വൈഡ് റീച്ച് കിട്ടണമെങ്കിൽ ആ ഒരു സൂപ്പർമാൻ എന്നുള്ള ഒരു ടൈറ്റിൽ വരുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ജെയിംസ് ഗൺ ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടില്ല. ഈ പടത്തിന് എന്തെങ്കിലും മാൻ ഓഫ് ടുമാറോ എന്നുള്ളൊരു പേര് തന്നെ ആയിരിക്കും എന്നുള്ളൊരു മട്ടിലാണ് മച്ചാൻ ഇരിക്കുന്നത്. സോ അതിന് കാരണമായിട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം മെയിൻ ആയിട്ട് സൂപ്പർമാനെ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു പടമായിരിക്കില്ല. ലെക്സ് ലൂതറിനും ഇതിൽ നല്ല രീതിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സൂപ്പർമാന്റെയും ലെക്സ് ലൂതറിന്റെയും ഒരുപോലെ ഒരു പേഴ്സൺ ഓഫ് വ്യൂ കാണിക്കുന്ന ഒരു പടമായിരിക്കും ഇതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിന് മാൻ ഓഫ് ടുമാറോ എന്നുള്ളൊരു പേരാണ് സൂപ്പർമാനേക്കാൾ കൂടുതൽ അഭികാമ്യം എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ എന്തായാലും എല്ലാ ആശം പറയുന്ന പോലെ സംഭവം പടത്തിൽ കണ്ടാൽ മതി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംഭവം ഉറപ്പിക്കാറായിട്ടില്ല. ഫാൻസിന്റെ നിരന്തരമായിട്ടുള്ള ഈ ഒരു തൊന്തരവ് കാരണം അവസാനം പടം ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഈ ഒരു മാൻ ഓഫ് ടുമാറോന്റെ കൂടെ സൂപ്പർമാനും കൂടെ ചേർത്ത് വെക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നടക്കുവാണെങ്കിൽ നൈസായിട്ട് ജെയിംസ് ഗൺ ഒന്ന് ഏറിപ്പോവും. ഓക്കെ, സൂപ്പർമാന്റെ കേസിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ തിരികെയാണ്. അവിടെ നിന്ന് അങ്ങനെ DCയുടെ അടുത്ത കാരണവരായിട്ടുള്ള ബാറ്റ്മാന്റെ കേസിലാണ് അടുത്ത മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ബോൾഡ് പടത്തിന്റെ വർക്കുകളെല്ലാം അണിയറയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പടത്തിന്റെ റൈറ്ററായിട്ട് ക്രിസ്റ്റീന ഹെർട്സിനെ ഈ അടുത്താണ് നിയമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പടത്തിന്റെ പ്രൊഡക്ഷൻ സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ 2 ഉണ്ടല്ലോ, ആ ഒരു പടത്തിന് ശേഷമേ നമുക്ക് ബാറ്റ്മാന്റെ ഈ ഒരു ബ്രേവ് ആൻഡ് ബോൾഡിന്റെ വർക്ക്സ് തുടങ്ങും എന്നുള്ളൊരു കാര്യം. DC ഫാൻസിന് പിന്നെ ടെൻഷൻ ആവുമ്പോൾ വേറെ എന്തെങ്കിലും വേണോ? ബാറ്റ്മാൻ 2ന്റെ കേസ് എന്ന് പറയുന്നത് നീണ്ടു ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുവാണ്. അതിലേക്ക് ഞാൻ അടുത്തായിട്ട് വരാം. സോ ആ ഒരു ഗതിക്ക് ആ ഒരു പടം ഇറങ്ങിയിട്ട് ഇതിന്റെ ഷൂട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ ഈ പടം ഇനി എന്ന് കാണാനാണ്? എന്തായാലും ജെയിംസ് ഗൺ തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതിനും ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ബാറ്റ്മാൻ 2ന് ശേഷമേ ഈ ഒരു പടം വരൂ എന്നുള്ളൊരു കാര്യം സത്യമാണ്. എന്നാൽ പോലും പടത്തിന്റെ വർക്ക്സ് എല്ലാം അധികം വേഗം തന്നെ തുടങ്ങുന്നത് തന്നെയാണ് പുള്ളി പറയുന്നത്. മാത്രമല്ല മാൻ ഓഫ് ടുമാറോയിൽ ഈ ഒരു ഗോതം സിറ്റിനെയും ബാറ്റ്മാനെയും ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു പരിപാടിയും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു രീതിക്ക് റൂമേഴ്സ് കറങ്ങി നടപ്പുണ്ട്. അതിന് ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. എന്ന് കരുതി ആ ഒരു പടത്തിൽ ബാറ്റ്മാന്റെ ഒരു ക്യാമിയോ റോളൊന്നും പ്രതീക്ഷിച്ചാരും കയറി കൊടുക്കരുത്. അതിന് ചാൻസ് ഇല്ല. ഇപ്പോഴും ബാറ്റ്മാനായിട്ട് ഒരു കാസ്റ്റ് പോലും കൃത്യമായിട്ട് കൺഫേം ആയിട്ടില്ല. സോ ആ ഒരു ഗതിക്ക് എന്തായാലും ഒരു ടീസ് പ്രതീക്ഷിക്കാം. ടീസെങ്കിൽ ടീസ് എന്തേലും ഒന്ന് കൊടടെ. ഈ ഒരു സൂപ്പർമാനെ വിട്ട് DCയുടെ ഈ ഒരു യൂണിവേഴ്സ് ജെയിംസ് ഗൺ ബിൽഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് വൈഡ് ആവാനായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സോ ഇങ്ങനെ ഒരു ടീസ് എന്തായാലും അനിവാര്യമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാറ്റ് റീവ്സ് പണിക്കൊണ്ടിരിക്കുന്ന ബാറ്റ്മാൻ 2ന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അടുത്ത വർഷവും ഈ ഒരു പടം കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒന്നാമത്തെ കാര്യം, മാറ്റ് റീവ്സ് എന്ന് പറഞ്ഞ ഒരു പക്ക പെർഫെക്ഷനിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ പടം ചെയ്യത്തുള്ളൂ. അത് ഒന്നാമത്തെ വിഷയം. പിന്നെ മറ്റൊരു സൈഡിലാണെങ്കിൽ മറ്റൊരു പെർഫെക്ഷനിസ്റ്റിന്റെ കയ്യിലാണ് നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ചെന്ന് പെട്ടിരിക്കുന്നത്, ക്രിസ്റ്റഫർ നോളന്റെ കയ്യിൽ. അങ്ങനെ നോളന്റെ ഒഡീസിയുടെ ഷൂട്ടും പ്രൊമോഷനും എല്ലാം കഴിഞ്ഞിട്ട് ഇനി റോബർട്ട് പാറ്റിൻസനെ ബാറ്റ്മാൻ ആയിട്ട് നോക്കിയാൽ മതി. സോ പുള്ളിയുടെ ഒരു റിട്ടേണിന് വേണ്ടിയിട്ടായിരിക്കണം ബാറ്റ്മാൻ 2ന്റെ മൊത്തം പ്രൊഡക്ഷൻ സൈഡും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ ഒരു ബാറ്റ്മാൻ 2 നമ്മുടെ സ്പൈഡർമാന്റെ ആനിമേഷൻ ബിയോണ്ട് ദ സ്പൈഡർ വേഴ്സും മനുഷ്യനെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയുന്ന കൂട്ട് കുറെ ആയിട്ട് വലിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യടായി. മാത്രമല്ല ഈ ഒരു ബാറ്റ്മാൻ 2 ഇതുവരെ കണ്ട ബാറ്റ്മാൻ പടങ്ങളിൽ നിന്നും കുറച്ചുകൂടെ ഒരു ഹൊറർ ടച്ചും കൂടെ ഉള്ള ഒരു രീതിക്കാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിക്കും ഒരു റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഹൊറർ പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് അങ്ങനെ വണ്ടർ വുമനെ ബേസ് ചെയ്തിട്ട് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഓൾറെഡി നമ്മുടെ DCയിൽ ജെയിംസ് ഗൺ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സീരീസ് ഇപ്പോൾ ഷെൽവ് ചെയ്തു. അതായത് നൈസ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി എന്നുള്ളൊരു രീതിക്ക് റൂമേഴ്സ് വന്നിട്ട് ഫാൻസ് അടുത്ത വട്ടം ട്രിഗറായി. സഹിയിട്ട് ക്ഷമ നശിച്ച് നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ റിപ്ലൈ തന്നെ കുറച്ച് കോമഡിയാണ്. എൻ്റെ പൊന്നെ, കുറച്ച് നേരത്തേക്കൊന്ന് ഓൺലൈനിൽ നിന്ന് മാറിപ്പോയപ്പോഴേക്കും എന്തൊക്കെയാണ് നിങ്ങൾ പടച്ചു വിടുന്നത്? ഒന്നും ഷെൽവ് ചെയ്തിട്ടില്ല, ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം വരും, നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മതി എന്നുള്ള രീതിക്ക് പുള്ളി റിപ്ലൈ വിട്ട്. സോ DCയുടെ ഭാഗത്ത് നിന്ന് അതൊക്കെ തന്നെ ഉള്ളൂ. നേരെ നമുക്ക് മാർവലിലേക്ക് കയറി കൊടുക്കാം. മാർവലിലെ ഈ ആഴ്ചത്തെ മെയിൻ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ കേസിലാണ്. പടം ഇറങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യലായിട്ട് പുറത്തു വിടാറുള്ള ഒരു പ്ലോട്ട് സിനോപ്സിസ് ഇപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങ് ലീക്ക് ആയേക്കുവാണ്. സോ പടത്തിൽ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യത്തിലുള്ള ചെറിയ ഐഡിയ ഒക്കെ ഈ ഒരു സിനോപ്സിസ് വഴി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി അത് കണ്ടുനോക്കാവുന്നതാണ്. അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും അറിഞ്ഞു കാണും, സോണി സ്പൈഡർ വേഴ്സ് എന്ന് പേരിട്ടുകൊണ്ട് കുറച്ച് മഹാകാവ്യങ്ങൾ ഇറക്കി വിട്ടായിരുന്നല്ലോ. സോ അതിനെ മൊത്തത്തിൽ പൂട്ടിക്കെട്ടിക്കൊണ്ട് സോണിയുടെ സ്പൈഡർ വേഴ്സ് മൊത്തത്തിൽ റീബൂട്ട് ആവാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസ്. റീബൂട്ട് ആക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സോണി വേഴ്സിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന പടം എന്ന് പറയുന്നത് വെനത്തിനെ ബേസ് ചെയ്തിട്ടാണ്. വെനത്തിനെ ബേസ് ചെയ്തിട്ട്
ഒരു R-rated ആനിമേഷൻ പടമാണ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നുള്ള രീതിക്കാണ് അറിയാൻ സാധിക്കുന്നത്. ലൈവ് ആക്ഷൻ പടങ്ങളിൽ നല്ല രീതിക്ക് അടി വാങ്ങുമെങ്കിലും ആനിമേഷൻ്റെ കാര്യത്തിൽ സോണി ടോപ്പാണ്. സോ ആ ഒരു ഗതിക്ക് വെനത്തിന് R-rated രീതിയിൽ ഒരു പടം വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ വെക്കാവുന്നതാണെന്ന് തോന്നുന്നു. നോക്കാം ഏതൊരു രീതിക്കാണ് സോണിയുടെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം. അധികം വൈകാതെ തന്നെ അവരുടെ പ്രൊജക്ട്സിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല രീതിക്ക് വന്നാൽ കൊള്ളാം. അതൊക്കെ തന്നെയാണ് മാർവലിന്റെ ഭാഗത്തായിട്ടുള്ള മെയിൻ അപ്ഡേറ്റ്സ്. അപ്പം മാർവലും നോക്കി DC നോക്കി ഇനി ഇവർ ഒരുമിച്ചുള്ള ഒരു അപ്ഡേറ്റ് നോക്കിയാൽ യെസ് ഗൈസ്, മാർവലിന്റെ സ്പൈഡർമാനും DCയുടെ സൂപ്പർമാനും ഒരുമിക്കാൻ പോവാണ്. വെയിറ്റ് ഇവർ ലൈവ് ആക്ഷൻ പടത്തിലൊന്നുമല്ല, ഒരു കോമിക്സിലാണ്. ഞാൻ അത്ര കണ്ട് ഈ കോമിക്സ് വായിക്കുന്ന പരിപാടിയൊന്നും ശീലമില്ലാത്ത ഒരാളാണ്. എന്നാൽ പോലും സ്പൈഡർമാനും സൂപ്പർമാനും ഒരുമിക്കുന്നു എന്നുള്ളൊരു രീതിക്ക് കണ്ടപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ് എന്താണ് ഇത് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പായിട്ട് ഡെഡ്പൂളും ബാറ്റ്മാനും ഒരുമിക്കുന്ന രീതിയിലുള്ള ഒരു കോമിക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചിട്ടില്ല. ബട്ട് അതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയത് എന്നുള്ളൊരു രീതിക്കാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നൈസായിരിക്കും. അത് കൂട്ടൊരു പരിപാടി തന്നെയാണ് ഇവിടെയും പ്ലാൻ ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ച് നടന്നു വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ്, ഐ മീൻ അവരുടെ ആ ഒരു റിപ്പോർട്ടർ കോസ്റ്റ്യൂമിൽ, പീറ്റർ പാർക്കർ ആൻഡ് ക്ലാർക്ക് കെന്റ് കോസ്റ്റ്യൂമിൽ വരുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നൈസാണ്, കാണാൻ കൊള്ളാം. പടത്തിൽ ഐ മീൻ കോമിക്സിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അവിടെ നിന്ന് അങ്ങനെ മാർവലിന്റെ ഭാഗത്തായിട്ടുള്ള ചെറിയ റൂമർ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തിരിക്കുവാണ്. ട്രെയിലർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മഷിയിട്ട് നോക്കിയിട്ട് പോലും ട്രെയിലർ കാണാനില്ല. എന്നാൽ പോലും ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിനെ പറ്റിയിട്ടല്ല, ഡൂംസ്ഡേയുടെ ട്രെയിലറിനെ പറ്റിയിട്ട് ഇപ്പോൾ ചെറിയൊരു റൂമർ ഇറങ്ങി നടപ്പുണ്ട്. അതായത് ഡൂംസ്ഡേയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ട്രെയിലർ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ പടത്തിന്റെ ഒപ്പം കാണിക്കും എന്നുള്ളൊരു രീതിക്കാണ് പറയാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച സംഭവം നടക്കാനുള്ള ചാൻസസ് ആർ ഹൈ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓൾറെഡി അവതാർ പടത്തിന്റെ കൂടെ ഡൂംസ്ഡേയുടെ ഓരോ ടീസറായിട്ട് ഓരോ ആഴ്ച വെച്ച് പടച്ചു വിട്ടിട്ട് അവരൊരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി ഇറക്കി നോക്കിയതാണ്. സോ ആ ഒരു ഗതിക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു അവതാറിനേക്കാളും 10 മടങ്ങ് പവർഫുൾ ആയിരിക്കും ഈ ഒരു സ്പൈഡർമാന്റെ കൂടെ ഡൂംസ്ഡേയുടെ എന്തെങ്കിലും ഒരു ടീസറോ ട്രെയിലറോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. സ്പൈഡർമാൻ കൊണ്ടുള്ള ഒരു ക്യാരക്ടർ എത്രമാത്രം പോപ്പുലർ ആണെന്നുള്ളൊരു കാര്യം ഇനി ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സൂപ്പർ ഹീറോ ജേണറിനോട് ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ആരും ആയിക്കോട്ടെ, ഈ സ്പൈഡർമാൻ്റെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കാണാതിരിക്കാൻ തരവില്ല. ഡൂംസ്ഡേയുടെ കേസിലാണെങ്കിൽ ജനറൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇപ്പോഴും അത്ര കണ്ട് ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ആ ഒരു ഗതിക്ക് ജനറൽ ഓഡിയൻസിന്റെ ഇടയ്ക്കും ഈ ഒരു പടത്തിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല ടേക്ക് ആയിരിക്കും. സോ ഡൂംസ്ഡേ ട്രെയിലർ പ്രോബബ്ലി നമുക്ക് സ്പൈഡർമാൻ്റെ കൂടെ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർവൽ DCയുടെ ഭാഗത്ത് നിന്നൊക്കെ ആയിട്ട് ചൂടോടെ അറിയാൻ സാധിച്ചിട്ടുള്ള വാർത്തകൾ. അപ്പോൾ ഇതിൽ ഏതൊരു ന്യൂസ് കേട്ടിട്ടാണ് നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയെന്നുള്ള ഒരു കാര്യവും മേൽപ്പറഞ്ഞ പടങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പടം ഏതാണെന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.